പ്രതിഷേധക്കാരെ വെടിവെക്കും. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റും. സ്ത്രീകൾക്കെതിരെ കൂട്ടബലാത്സംഗം നടന്നാലും പരാതിയുണ്ടാകില്ല. ഹിന്ദുത്വ ആശയപ്രചാരകനായ TG മോഹൻദാസിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജന്തർ മന്ദിറിൽ നടന്ന യുവജന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. ഒരു യൂട്യൂബ് വീഡിയോയിൽ മോഹൻദാസ് പറയുന്നത്, ജന്തർ മന്ദിറിന് ചുറ്റുമുള്ള ഏകദേശം 4 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കർഫ്യൂ ഏർപ്പെടുത്തും. ശേഷം പ്രതിഷേധക്കാരോട് 3 തവണ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടും. അതിനുശേഷം വെടിവെക്കും. വെടിവെപ്പിൽ ചിലർ മരിക്കാം, ചിലർക്ക് വൈകല്യം സംഭവിക്കാം. UAPA കേസിലെ പ്രതികൾ വരെ ജന്തർ മന്ദിറിലുണ്ട്, അറിയാം. അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരുടെ ഹിസ്റ്ററി ഷീറ്റേഴ്സ് ആണ് അവരെല്ലാം. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ട്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ മന്ദിർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവയ്ക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്. ക്ലീൻ ആജിറ്റേഷനൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റും. ആളുകൾ ജീവൻ രക്ഷിക്കാൻ ഓടിപ്പോകും. തുടർന്ന് 4 മണിക്കൂറിനുള്ളിൽ സ്ഥിതി ശാന്തമാക്കുമെന്നും മൃതശരീരങ്ങൾ ശേഖരിച്ച് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറയുന്നു. ഇതോടെയാണ് വലിയ പ്രതിഷേധമുയർന്നത്. പക്ഷേ വിവാദം അവിടെ അവസാനിച്ചില്ല. മറ്റൊരു വീഡിയോയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെക്കുറിച്ച് മോഹൻദാസ് ഗുരുതരമായ പരാമർശം നടത്തി. പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്കെതിരെ കൂട്ടബലാത്സംഗം നടക്കുമെന്നും അതിനെതിരെ പരാതികൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, തൊഴിലാളി വിഭാഗങ്ങളിലുള്ള സ്ത്രീകളെ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ വാക്കുകൾ. അത്തരം സംഭവങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ അവരെ പിന്നീട് രക്തസാക്ഷിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പരാമർശങ്ങൾ പുറത്തുവന്നതോടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായി പ്രതിഷേധിച്ചു. കൊച്ചിയിലെ മോഹൻദാസിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ നടന്നു. SFI, ASF നേതാക്കൾ അദ്ദേഹത്തിനെതിരെ പരാതി നൽകി. പോലീസ് നടപടി വൈകുന്നതിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനമുയർന്നു. ഇതിനിടെ മോഹൻദാസിന്റെ പരാമർശങ്ങളിൽ നിന്ന് RSS അകലം പാലിച്ചു. RSS സൗത്ത് കേരള ജോയിന്റ് സെക്രട്ടറി KB ശ്രീകുമാർ വ്യക്തമാക്കിയത്, മോഹൻദാസിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടുകളാണെന്നും അദ്ദേഹം RSSന്റെ ഒരു തലത്തിലും ഔദ്യോഗിക ഭാരവാഹിയല്ലെന്നുമാണ്. വിവാദം ശക്തമായതോടെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് മോഹൻദാസിനെതിരെ കേസെടുത്തു. കലാപത്തിന് പ്രേരണ നൽകാനുള്ള ശ്രമം, ഭയമോ ആശങ്കയോ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ പ്രസിദ്ധീകരിക്കൽ, പൊതുസമാധാനം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് സൈബർ പോലീസ് സംഘം മട്ടാഞ്ചേരിയിലെ മോഹൻദാസിന്റെ വീട്ടിൽ പരിശോധന നടത്തി. തുടർന്ന് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. വിവാദം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി വരാനിരിക്കുന്ന നിയമ നടപടികളാണ് നിർണായകം. So you're watching Time Turn. Keep watching for more news, politics and current affairs. Thank you.